അങ്ങനെ നേരം വെളുത്തപ്പോ തന്നെ നമ്മൾ ഫുഡ് റെഡി ആയിട്ടാ. നമ്മളിതാ ടേബിളും കസാലൊക്കെ നിരത്തി അതും സെറ്റ് ആക്കിയിട്ടുണ്ട്. 10 മണിക്കാണ് വീട് കയറ്റം. അപ്പൊ അതാ കുടുംബക്കാരും ബന്ധുക്കാരും അയൽവാസികളൊക്കെ അതാ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഉസ്താദ്മാർക്ക് കറക്റ്റ് സമയത്ത് തന്നെ എത്തിക്കണ്. ആ വരുന്നത് മൂത്തച്ഛന്റെ വല്യപ്പേട്ടോ. തൊട്ട് ബാക്കിൽ തന്നെ മൂലേരിട്ടാളുണ്ട്. അങ്ങനെ നമ്മള് വീട്ടിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത്. തങ്ങന്മാരുണ്ട്, ഉസ്താദുമാരുണ്ട്, അയൽവാസികളുണ്ട്, എല്ലാവരും തൊട്ട് ബാക്കിൽ തന്നെ പെരക്കാരത്തിയും കൂട്ടരും അതും അങ്ങോട്ട് കയറി. പിന്നെ നിസ്കാരം കഴിഞ്ഞ് ഇതാ മൗലൂദും അങ്ങോട്ട് ആരംഭിച്ചിരിക്കണേ. ഇത് നമ്മളെ പെരീത്ത മൂത്ത മോൻ ഇതങ്ങനെ ഫിലിമോന് ഓനെ നെഡ്സ് കൊടുക്കാനല്ലാരും നമ്മളെ എളാപ്പ വരാൻ കുറച്ച് നേരം വൈകിട്ടോ. കാരണം എന്താണ്, ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട് ഈ വരുന്നത് നമ്മളെ അമ്മോസിന് അമ്മായിമേട്ടോ. അപ്പൊ നമ്മളെ ഫുഡ് ഒക്കെ ഇവിടെ സെറ്റ് ആക്കാണ്. കാരണം മൗലൂദ് അവസാന ഘട്ടത്തിൽ എത്തിക്കണ്. ഇതാരും നമ്മളെ എളാപ്പത് വരണേ, കൂടലൂരത്തെ എളാപ്പെട്ടത് മൻസൂർ അളിയ. അവിടത്തെ തിരിഞ്ഞളിച്ചിട്ട് ഇങ്ങോട്ട് വരും. ഇതാ മൗലൂദ് കഴിയാനായി. നിങ്ങൾ കയ്യിൽ കാത്തിക്ക് അങ്ങോട്ട് വരും. നിങ്ങൾ ചിരിച്ചണ്ട, നമുക്ക് മനസ്സിലായിക്കണ്. നിങ്ങളെ താരികൾ ഇപ്പോൾ നിർത്തിയില്ല. അങ്ങനെ ഇതാ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ പരിപാടിക്ക്. ഏകദേശം ഇതാ ഭക്ഷണമൊക്കെ വിളമ്പൽ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ദുആ ആരംഭിച്ചിട്ടുണ്ടോ. സപ്ലൈക്ക് പിന്നെ ഇതാ നമ്മളെ ജ്യേഷ്ഠാനുജന്മാരും അളിയന്മാരും അയൽവാസികളൊക്കെ എല്ലാരും ഉണ്ട്. സുൽത്താൻ കണ്ടില്ലേ നമ്മളെ ഉസ്താദ്മാരിപ്പോ തന്നെ ഇരുന്ന്. പിന്നെ അങ്ങോട്ട് വന്നോലൊക്കെതാ ഭക്ഷണത്തിൽ ഇരിക്കൽ തുടങ്ങിട്ടോ. കാതറച്ചെന്താ നേരം പോയി തരല്ലേ ഇവിടെ സീറ്റ് കാലിന് ഇങ്ങോട്ട് വാ. മാളോ തീ കൂടെ ഇങ്ങോട്ട് പോരെ നേരെ ഇങ്ങോട്ട് പോരെ. അത് നമ്മളെ ചേപ്പിളിക്കുന്നിലെ യാത്രയിലും എത്തിയിട്ടോ. പെരക്കാരിതാ ഇരുന്നിങ്ങനെ എല്ലാവരും ഇരുന്നിക്കണേ. ഏതായാലും ഓല് ഇരുന്ന് നന്നായി. പിന്നെ ഇരിക്കണ്ടല്ലോ. ഓരോരുത്തരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വന്നോലിതാ ഓരോരുത്തരായിട്ട് പോകാനും നിൽക്കണുണ്ട്. സമയം ഒരു 12:30 ആയിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. മൂത്തച്ഛി മെമ്പർ ആയതുകൊണ്ട് തന്നെ പഞ്ചായത്തിലെ ഒരുപാട് മെമ്പർമാരും സ്റ്റാഫുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഭക്ഷണം കഴിച്ച് പോവാ. എന്നാ പോയിക്കോളി. അമ്മായിയെ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ? എന്നാ പോയിക്കോട്ടെ. എന്നാ ശരി. അങ്ങനെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. അവസാനം നമ്മൾ ഇരുന്നിട്ടോ. കുട്ടികൾക്ക് 2 ട്രിപ്പ് ഇരുന്ന് കണ്ടു. ഞങ്ങൾ അവസാനമായപ്പോഴേ നമ്മളെ ചോറൊന്നും കാണില്ല. പിന്നെ നമ്മളോട് വിളമ്പൽ തുടങ്ങി ചോറ്. അപ്പൊ എന്നാ ശരി നിങ്ങൾ പോവാ. എന്നാ ആയിക്കോട്ടെ. അപ്പോഴേ പരിപാടിക്ക് കഴിഞ്ഞ് എല്ലാവരും പോയി. ഇനി കുറച്ച് ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് പൊട്ടിക്കണ പരിപാടി കേട്ടോ. എല്ലാം നമ്മൾ കാണിക്കണില്ല, 1-2 കാണിച്ചു. ഇവിടെ ഗിഫ്റ്റ് പൊളിക്കാനേ തിരക്കാണ്. അപ്പൊ നമ്മളെ പരിപാടിക്ക് കഴിഞ്ഞ് ഇതാ ടേബിളും കസാലും പന്തലൊക്കെ ഓല് കൊണ്ടോലെടുത്തിട്ടോ. അപ്പോഴേ ജേസ്റ്റന്റെ വീട് കാണാത്തോല് കണ്ടോളിട്ടോ. അപ്പൊ മാഷാ അല്ലാ നല്ല റാഹത്തായിട്ട് നമ്മളെ കുടിരിക്കൽ പരിപാടികളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ജ്യേഷ്ഠന്റെ വീടെന്ന സ്വപ്നം ഇവിടെ പൂവണിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഇതാ നിങ്ങൾക്കൊക്കെ വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ജ്യേഷ്ഠന്റെ വീട് പണി എന്തായി. ഏതായാലും വീട് പണി കഴിഞ്ഞ് കുടിരിക്കലും കഴിഞ്ഞിട്ടോ. അപ്പൊ ഇനി നിങ്ങളെ ദ്വായിലും പ്രാർത്ഥനയിലൊക്കെ ഞങ്ങളും ഞങ്ങളെ കുടുംബത്തെയും ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ടാളേ. ഇതിപ്പോ വീഡിയോയിലൂടെ കണ്ടപ്പോ എത്ര പെട്ടെന്നല്ലേ വീട് പണി കഴിഞ്ഞത് അല്ലേ? എന്താ ഇത് വീഡിയോ ഒക്കെ എത്ര ഉള്ളൂ. കാരണം 1 മിനിറ്റ് അല്ലെ 2 മിനിറ്റ് 3 മിനിറ്റോട് കൂടി നമ്മളെ പെരപ്പണി കഴിഞ്ഞു. മാഷാ അല്ലാ. ഏതായാലും നിങ്ങളെ പ്രാർത്ഥന നമ്മൾ ഉൾപ്പെടുത്താൻ മറക്കരുത്. എന്നായിക്കോട്ടെ. മനസ്സ് വീട് ഇഷ്ടപ്പെട്ടില്ലേ? എങ്ങനെ സെറ്റ് അല്ലേ? ഓക്കെ.